പ്രകടന പത്രിക എന്നുള്ളത് ഒരുപക്ഷേ UDF LDF പ്രകടന പത്രിക ഇറക്കി അതേ ദിവസം ഇറക്കിയതും കുറെ കൂടി നല്ലതാണ്. താരതമ്യം കൂടുതൽ ഉറച്ച കൃത്യമായ താരതമ്യങ്ങൾക്ക് വോട്ടർമാർക്കത് സഹായകരമാകട്ടെ. യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളാണോ വേണ്ടത്, വെറും വാഗ്ദാനങ്ങളാണോ, ഇതെങ്ങനെ നടപ്പാക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ആ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചവർക്കോ നൽകിയവർക്കോ പോലുമില്ല എന്ന വലിയ ചിന്ത, വലിയ സംശയം, വലിയ ബോധ്യം, സംശയത്തിനും അപ്പുറം അതൊരു ബോധ്യമാണ് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഈ 10 വർഷത്തെ അനുഭവത്തിൽ നിന്ന് അടുത്ത 5 വർഷക്കാലത്തേക്ക്, ഈ 10 വർഷത്തിൽ നിന്ന് അടുത്ത 5 വർഷത്തേക്കും അതിലൂടെ ഒരു ഭാവി കേരളത്തെയും എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് വ്യക്തതയോടെ പൂർത്തീകരിക്കുന്നതിനും ഒക്കെ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നിന്ന് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിലേക്ക്, ആരോഗ്യകരമായ വയോജന കാലം എന്നുള്ളതിലേക്ക്, അതുപോലെ തന്നെ കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നതിലേക്ക് ഒക്കെ പോകാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം, അതിൽ അവശേഷിക്കുന്ന മനുഷ്യർക്കൊക്കെ വീട് നൽകാൻ കഴിയുന്ന ലൈഫ് മിഷൻ്റെ 2.0 പോലെയുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം ചേരുന്ന യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള നടപടികൾ ഉണ്ടാവണമോ? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ വിലയിരുത്തുന്ന ഒരു തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ പോവുകയാണ്.